വിനായകൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊതുശല്യമായി ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി, ഡ്രഗ്സിന്റെ അമിതമായ ഉപയോഗം കാരണം ഡ്യുവൽ പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ പോലീസ് സ്വയം കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ആ മാതൃകാപരമായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിച്ച് സൈബർ ആക്ടിന്റെ എല്ലാ ശക്തമായ നടപടികളും കൈക്കൊണ്ട്, ക്രിമിനൽ നടപടികളും കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത്, ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഏറ്റവും നല്ലൊരു കലാകാരനാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കലാകാരനാണ്. ലോകം ഉറ്റുനോക്കിയ രജനികാന്തിനോടൊപ്പം അഭിനയിച്ചുകൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരാളാണ്. അങ്ങനെ ഒരാള് ഇപ്പൊ നോക്കിയാൽ ആ രജനികാന്തിന് തന്നെ മോശപ്പേരുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരാളെ സ്വാഭാവികമായും കേരളത്തിന് ആ കലാകാരനെ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ചെയ്യാനുള്ളത് എന്താണ്? അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മാനസിക നില പരിശോധിച്ച് അദ്ദേഹത്തിന് ഒരു നല്ല ചികിത്സാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിനൊരു ചികിത്സ കൊടുക്കണം. ആ കൊടുത്തുകൊണ്ട് ആ കലാകാരനെ തിരിച്ചു കൊണ്ടുവരുവാൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് പരാതി കൊടുത്തത്. പക്ഷേ ഈ പരാതികൾ നിലനിൽക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഇഞ്ച് തൊടാതെ അടുത്തും വീണ്ടും വീണ്ടും വലിയ തെറ്റുകളിലേക്ക് അദ്ദേഹത്തെ വലിച്ചിഴക്കുകയാണ്. ഇതിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് മയക്കുമരുന്ന്, മദ്യ എല്ലാത്തിൻ്റെയും ഉപയോഗം കൊണ്ട് ഒരു കലാകാരനെ നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു പൊതുശല്യത്തെ വളർത്തിയെടുക്കുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനം വിനായകന് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലുള്ള ചെറുപ്പക്കാരുടെ കൈക്കരുത്തറിയേണ്ട സ്ഥിതിയിലേക്ക് ഒരു നടനെ വലിച്ചിഴച്ചുകൊണ്ട് പോവുകയാണ്. ശക്തമായ നിയമ നടപടികൾ ഈ വിഷയത്തിൽ എടുക്കണം. സൈബർ ആക്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ക്രിമിനൽ ആക്ടുകളെല്ലാം അദ്ദേഹത്തിനെതിരെ ചുമത്തണം. അദ്ദേഹത്തിന് നിയമപരമായിട്ടുള്ള നടപടി എടുക്കുന്നതിന് പുറമെ നല്ല ഒരു ചികിത്സ കൂടി ലഭ്യമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി മാറ്റി നല്ല കലാകാരനായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസരമൊരുക്കണം. അതിന് കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തെ നാട് കടത്തുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ള അഭ്യർത്ഥന പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചു ചേർത്തത്.